പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ. നമ്മൾ കുളത്തിൽ വലിയ മീൻ കുളത്തിലൊരു ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് നട്ടിട്ട് ഇപ്പോൾ ഒരു 10-12 ദിവസമായിട്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര എളുപ്പം ഇത് ഈ ഒരു ആമ്പലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂ വിരിയും കേട്ടോ. പെട്ടെന്ന് ചെറിയ ചെടിയാണ് കേട്ടോ അത്. എന്നിട്ടും അത് പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഗ്ലോ ഫിഷ് ഉണ്ട്, ഗപ്പികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് അസോള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ അസോള ഈ ഗ്ലോ ഫിഷൊക്കെ കഴിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മളെ ഈ ആമ്പലിൻ്റെ ഇലയും എന്തോ പുഴു തിന്നണുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കത് നോക്കണം. അത് എന്ത് പുഴുവാണോ തിന്നണം. പിന്നെ ഗപ്പിൻ്റെ കുട്ടികൾ ധാരാളം ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. ഗപ്പി ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. നമുക്ക് കാണാൻ ശരിക്കും നോക്കിയാൽ കാണും, പക്ഷെ ക്യാമറയിൽ ഇത് കാണുന്നില്ല കേട്ടോ. ക്യാമറയിൽ ഇത് കിട്ടണില്ല. അത് നല്ല അത്രക്കും ചെറിയ കുട്ടികളാണ്. ഗപ്പിൻ്റെ കുട്ടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ കുട്ടികളെ കാണുള്ളൂ. ഗ്ലോ ഫിഷിൻ്റെ കുട്ടികൾ അതിലും ചെറുതാണ് കേട്ടോ. നമ്മൾ നല്ല പാറ്റി വെപ്പ് ഉണ്ടായ ഒരു 2 ദിവസം പ്രായമായ കുട്ടികളൊന്നും നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കില്ല. അത്രയും ചെറുതാണ് ഈ ഗപ്പിൻ്റെ ഗ്ലോ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കുളത്തിൽ ഇന്ന് 4 പൂവാണ് കേട്ടോ. ഇന്നലെ 5 എണ്ണം ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ താഴ്ന്ന് പോയിട്ടുണ്ട് കേട്ടോ. വേണ്ടിയില്ല താഴ്ന്ന് അതിൻ്റെ ആ കാലാവധി തീരുമ്പോൾ അതിങ്ങനെ പൂവാണ് ചെയ്യുക. വേണ്ടിയില്ല 4 പൂവ് ഒന്നിച്ച് ഇവിടെ വന്നിട്ട് കേട്ടോ. ഇത് അതിൻ്റെ സമയം തീർന്നു. അപ്പോൾ അത് ഇനി വെള്ളത്തിലാണ്ട് മുങ്ങി പൂവുണ്ടാകുക. പിന്നെ ഇവിടെ ധാരാളം മുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വേണ്ടിയില്ല ഇവിടെയൊക്കെ മുട്ടുകളുണ്ട്. എന്നും ഇതിൽ അമ്പലുണ്ടാവും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു അമ്പലിൻ്റെ പ്രത്യേകത നല്ല കളറാണിത്. വിരുമ്പോൾ തന്നെ കുറച്ച് നീല കളറ് കൂടുതൽ, പിന്നെ അതിങ്ങനെ വെള്ളമായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇതിൽ എല്ലാം ഉണ്ട്. നമ്മൾ ഇതിലും കുറച്ച് മീൻ ചെറിയ ഗ്ലോ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കാണുന്നില്ല കേട്ടോ. അത് കാണണമെങ്കിൽ ഇപ്പോൾ കുറച്ച് വലുതാകാൻ തന്നെ വേണം. ചെറുതായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അതിനുള്ള സമയവുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇന്നലെ നമ്മൾ ഇതിൻ്റെ റെഡ് പ്ലാന്റിൻ്റെ തൈ വെച്ചിട്ടോ. പിന്നെ ഈ കുളത്തിൽ ഇത് റെഡിമെയ്ഡ് കുളമാണ് കേട്ടോ. നമുക്ക് ഇവിടേക്ക് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനെ പൊന്തിക്കാനൊന്നും കഴിയില്ല കേട്ടോ. നമ്മളത് നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെള്ളം ഈ ചെടിയൊക്കെ മാറ്റിയെങ്കിൽ നമുക്ക് ഈ ഇത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് 2 പൂവാണ് ഇതിമുള്ളത്. പൂ വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 9 മണി ആവണുള്ളൂ. ഇതൊരു 10 മണിയൊക്കെ ആവുന്നത് വിരിയണമെങ്കിൽ. ഇതിൻ്റെ ഈ ഇലകളൊക്കെ നല്ല പച്ച കളറുള്ള ഇല കേട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചീര ഇവിടെ നല്ല ഉണ്ടാവുന്നുണ്ട്. ചീരയൊക്കെ നമ്മൾ ഒരുപാട് കട്ട് ചെയ്തിട്ടോ. ചീര നമ്മൾ പറിക്കുകയല്ല ചെയ്യണം കേട്ടോ, കട്ട് ചെയ്തിട്ട് എടുക്കണത്. കട്ട് ചെയ്തിട്ട് എടുത്താലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾ പറിച്ചാൽ പിന്നെ അതാണ്ട് തീർന്നു. ഇത് കട്ട് ചെയ്തുകൊണ്ട് ഇതിന്മേ വീണ്ടും ഇപ്പോൾ ഇത് കട്ട് ചെയ്താണ് നമ്മൾ. ഇതിന്മേ 2 ഇതുണ്ട്. ഇത് നമുക്ക് ഇനി കുറച്ചുകൂടി മുകളിൽ കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോഴും ഒരു പൂവ വരുന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനാണ്ട് പോവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടിമ കണ്ടില്ലേ ഒരു പൂവ്. ഇത് നമ്മളിവിടെ ഉള്ള ഇത് ഒരു വിദേശ ഇനാണ് കേട്ടോ. നമ്മളിവിടെ ഉള്ള 3 ഇതള് ഇലയായിട്ടുള്ളതാണിത്. റോസിൻ്റെ മാതിരി നല്ല തിക്കായിട്ട് ഒരുപാട് ഇല ഉണ്ടാവും ഒരൊറ്റ പൂവുമ്മൽ. ഇതൊരു പൂവാണ് കേട്ടത്. അതുപോലെ തന്നെ ഇവിടെ മുളക് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ നല്ല കായുണ്ട്. മുളക് ഇത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരില്ലേ,
അതിൻ്റെ വിത്ത് എടുത്തിട്ട് പിന്നെ നട്ടതാണ് കേട്ടോ. പിന്നെ ഒക്കെ എടുത്ത് നട്ടതാണ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ചീര പാകണ സമയത്ത് ഇവിടെ ഈ ഒരു വിത്ത് ഇൻ്റർലോക്കിൻ്റെ ഇവിടേക്ക് ചാടിയിട്ട് അത് ഇങ്ങനെ ഉണ്ടായതാണത്. വേണ്ടില്ല, അതിൻ്റെ ഇടയിൽ ആണ് ആ ഒരു വിത്ത് ഉണ്ടായിട്ടുള്ളത്. ഒരു വിത്ത് നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവണുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചച്ചീര നമ്മളിവിടെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പറിച്ചിട്ട് നമ്മളൊരു ചീര എടുക്കണില്ല. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ വലിയ തണ്ടുണ്ടായപ്പോൾ ഇവിടെ കട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, പിന്നെ 1 2 3 4 കമ്പ് ഇതിൽ നിന്ന് കിട്ടി. ഇനി ഇത് വലുതാകുമ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യും, അപ്പോൾ അതിന്മേലും കമ്പുണ്ടാവും. അങ്ങനെ പിന്നെ നമ്മൾ നിർത്തി കട്ട് ചെയ്ത് എല്ലാതാണ് നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിന്മേന്നൊന്നും കിട്ടില്ല കേട്ടോ. അതിനുള്ളൊരു ഉദാഹരണം നമുക്ക് പിന്നെ കട്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നെ ഇത് ഇതിന്മേ പിന്നെ അടിയിൽ നിന്നൊക്കെ ഇതുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു പറിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചീര മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിന്മേന്ന് ഇനി ഇത് ഇവിടെ കട്ട് ചെയ്താൽ ഇതിന്മേൽ ഇതൊക്കെ പെട്ടെന്ന് വളർന്നുണ്ടാവും. അതാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം, പറിക്കണോണ്ടുള്ള ഗുണം അതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. വഴുതനങ്ങ ഉണ്ടായി. പിന്നെ നമുക്ക് ഇവിടെ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കുക്കുംബർ പിന്നെ വലിയ കുക്കുംബറാണ് കേട്ടോ. നമ്മൾ പറിച്ചിട്ടില്ല, ഇങ്ങനെ നിർത്തി പോകുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇവിടെയൊക്കെ കുക്കുംബർ ഉണ്ടാകുന്നുണ്ട്. ഇതുണ്ട്, ഇത് ക്യാമറയിൽ കാണണം. അവിടെ കുക്കുംബറിൻ്റെ മാതിരി തന്നെ വഴുതനങ്ങ കണ്ടില്ലേ, വഴുതനങ്ങൊക്കെ നല്ല വഴുതനങ്ങകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു മരത്തും ഒരുപാട് വഴുതനങ്ങ ഉണ്ട് കേട്ടോ, നിറയെ വഴുതനങ്ങ ഉണ്ട്. ഇത് പിന്നെ നല്ലൊരു പിന്നെ അത്യുൽപാദന ശേഷിയുള്ളൊരു വഴുതനങ്ങയാണ് കേട്ടോ. കണ്ടില്ല, ഇവിടൊക്കെ ഈ ഭാഗത്ത് ഇതിന്മേൽ ഇവിടെ ഉണ്ട്. ആ ഭാഗത്ത് ഒരു നീളം വഴുതനങ്ങയാണ് കേട്ടോ. അത് നല്ല കായ പിടിക്കുന്ന ഒരു വഴുതനങ്ങയാണിത്. പിന്നെ അതുപോലെ തന്നെ കുക്കുംബർ, നമ്മൾ ഈ കുക്കുംബറിന് നനച്ചപ്പോഴാണ് ഇവിടെ പിന്നെ ആദ്യം നമ്മൾ പച്ചച്ചീര ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പച്ചച്ചീര ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വിത്ത് ചാടിയിട്ട് ഉണ്ടായതാണിത്. അപ്പോൾ ഇതൊരു 2 ദിവസം കൂടി നിന്നാൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നെ ബാക്കി. അപ്പോൾ ഒന്നും നമ്മൾ പറിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കണ്ടില്ല, ഇത് ശംഖുപുഷ്പത്തിൻ്റെ പിന്നെ വള്ളിയാണ് കേട്ടോ. ഇത് ഇതിന്മേൽ പടർന്ന് കയറുന്നുണ്ട്. പിന്നെ ഇത് വെള്ള കളറാണ്, നമുക്ക് നീല കിട്ടിയിട്ടില്ല. നീല തരാമെന്ന് പറഞ്ഞിട്ട് ആൾ ഇതുവരെ എത്തിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുളക് ഇവിടെ കണ്ടില്ലേ, നല്ല പിന്നെ കായ് പിടിക്കണ ഒരു മുളകാണ് കേട്ടോ. നിറയെ മുളകുണ്ട് ഈ ഒരു ഇതിന്മേ. നമുക്കിങ്ങനെ ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നിറയെ മുളകാണ്. ഇപ്പോൾ നമ്മൾക്ക് പിന്നെ ഈ മുളക് പ്രത്യേക പിന്നെ ഇതൊന്നും വേണ്ട. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന നല്ല സൈസുള്ള മുളക് നോക്കിയിട്ട് അതിൻ്റെ വിത്ത് നമുക്ക് ശരിക്കും പിന്നെ ഉണ്ടായിട്ട് പിന്നെ മൂത്തിട്ട് ഉണങ്ങിയതാണോ നമുക്ക് നല്ല ചുവപ്പ് കളർ ഉണ്ടെങ്കിൽ മനസ്സിലാവും. അത് നല്ല സൈസുള്ള മുളക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കയ്യിൽ നിന്ന് കുരുവെടുത്ത് വിത്തെടുത്ത് കാണ്ട് നമുക്ക് പാകിയാലും മതി കേട്ടോ. എന്നാലും ഇത് മുളക് ഉണ്ടാവും. പിന്നെ അതുപോലെ കണ്ടില്ലേ, പിന്നെ ഈ എന്താ പറയുക, ഇത് കുക്കുംബർ ഇവിടെ ഇതിന് നിറയെ പിന്നെ ഇതുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കായകളുണ്ട്. പിന്നെ 10 മണി ഇതിങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇന്ന് ഒരുപാട് പൂവുണ്ട്. ഒരു 10-20 പൂവിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനത്രയും മുട്ടുകൾ വിരിയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചീര, ഇതിപ്പോൾ ഞാൻ പിന്നെ ഇത് കാണിച്ചെന്നാണല്ലോ നമുക്ക് ഈ ഒരു ദൂരത്തുനിന്നുള്ളൊരു കാഴ്ച. അത് നല്ലൊരു പിന്നെ വഴുതനങ്ങ കേട്ടോ. അതിപ്പോൾ ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ടാകും. നല്ല കായ്ഫലം കിട്ടുന്ന ഒരു പിന്നെ വഴുതനങ്ങയാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മളെ മുറ്റത്തുള്ള ഈ ചെടികളൊക്കെ ബോഗൺവില്ല ആണെങ്കിലും എല്ലാ ചെടികളും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികളും പൂവിടുന്ന ഒരു സീസണാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക്
പിന്നെ ഈ ബോഗൺവില്ലൊക്കെ ആ ബോർഡറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. വേണ്ടിയില്ലേ ഈ ഭാഗത്ത് പിന്നെ ഒക്കെ നിറയെ പൂക്കളാണ് ഇവിടെ. ഇതിന്മേൽ ഇത് ഇല കാണാത്തത്ര പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് നിറയെ പൂക്കളാണിത്. ഇതിൻ്റെ ഓരോ കൊമ്പിലും നല്ല പൂക്കൾ. പിന്നെ അതുപോലെ തന്നെ അതൊരു നീലപ്പൂ. ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. ഇതിനുള്ളൊരു പ്രത്യേകതിൻ്റെ വിത്ത് വീണാണെന്ന് മുളക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇതിപ്പോൾ നമ്മളൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് നനച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വിത്ത് എങ്ങനെയാണ് ഉണ്ടാകുക. ഇനി ഇത് നമ്മളെ കയ്യിൽ നിന്നാണ് പൊട്ടു കേട്ടോ. കുറച്ച് നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി. ഒരു 5 സെക്കൻഡ് ഒന്നുമല്ല. ഇതിപ്പോൾ കുറച്ച് സമയമായില്ല. വെയിൽ വേണം. വെയിൽ ഉണ്ടായിട്ട് നല്ല ഉണങ്ങിയെങ്കിലാണിത് പൊട്ടുള്ളൂ കേട്ടോ. ഇത് പൊട്ടണില്ല. നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ഇത് ചെയ്യുക. വേണ്ടിയില്ല, അതിൻ്റെ വിത്ത് ഇതാണ്. ഈ തെറിക്കുമ്പോൾ ആ വിത്തുകൾ പല ഭാഗത്തേക്കും അങ്ങോട്ട് തെറിച്ച് പോയിട്ട് അത് ദൂരത്തൊക്കെ മുളക്കും. നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ ഫുള്ളിത് ഇങ്ങനെ മുളച്ച് നിൽക്കുകയാണ്. എല്ലാ ചെടിച്ചട്ടിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര ദൂരത്തേക്ക് അതിൻ്റെ വിത്തുകൾ തെറിക്കുന്ന അർത്ഥം. പിന്നെ ഇതിവിടെ ഈ ചീരൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ചീര ചാടിയിട്ടുണ്ട് കേട്ടോ. ചീരൻ്റെ വിത്ത്, ആ വിത്ത് വീണ സ്ഥലത്തൊക്കെ ചീര ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് വലുതാകുമ്പോൾ നമ്മളത് പറിക്കുകയും കട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉള്ള ചീര വലുപ്പം ഉണ്ടാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പറിച്ച് കളയുന്നില്ല. ലാസ്റ്റ് ഈ കട്ടിൻ്റെ ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയിലുള്ളതൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ കളയുന്നത് കേട്ടോ. പിന്നെ ഇതിന്മേൽ ചെറിയൊരു 2 പൂവുണ്ടായിട്ടുണ്ട്. നല്ലൊരു അട്രാക്ഷനുള്ളൊരു കളറാണിത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ ചെടിമേലൊക്കെ ഇവിടെ ബോഗൺവില്ലൊക്കെ നല്ല പൂക്കളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അടീനിയത്തുമ്മലും ഇവിടെ ഈ സൈഡ് ഫുള്ള് പൂവാണ് കേട്ടത്. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിത് എന്നും ഇനി ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വളം ഇടുന്നത് അതും നനയും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഭാഗത്തൊക്കെ ചെടികളുണ്ട്. അത് മഞ്ഞ തെച്ചിയാണ് കേട്ടോ. മയിലുകൾ നല്ലോണ്ട് കേട്ടോ. മയിലുകളെ ശല്യം നമ്മളെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരണില്ല. നമ്മൾ ചുറ്റുഭാഗത്തൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ വീട്ടിൻ്റെ എപ്പോഴും ആളുണ്ടായതുകൊണ്ട് പിന്നെ മയിലുകൾക്ക് അത്ര കടന്ന് ഈ സാധനം നശിപ്പിക്കാൻ പറ്റണില്ല. നമ്മളില്ലെങ്കിൽ ഇത് ഫുള്ള് ഇതിൻ്റെ ഇലക്ക് തിന്ന് നശിപ്പിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഇന്ന് നനച്ചപ്പോൾ ചാടിയതാണിത്. പിന്നെ നനച്ചപ്പോൾ ചാടിപ്പോയി. പിന്നെ പൈപ്പ് തട്ടിയിട്ട് അതിൻ്റെ ഒരു തോക്ക ചാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കുറ്റിക്കുരുമുളക് മുളകുണ്ടാകുന്നത് കണ്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കേട്ടോ. കൊലകൊലായിട്ട് മുളകുണ്ടാവും നിറയെ. ഈ കൊലമ്മലൊക്കെ കുരുമുളകാണ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ഭംഗിയാണ് അതിങ്ങനെ കായ്ച്ചിരിക്കുന്നത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഈ റെഡ് പ്ലാന്റ് വന്ന് കട്ട് ചെയ്തിട്ട്, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് നമ്മളിതിങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് തൈകൾ ഇപ്പോൾ അതിൽ നിന്ന് ഉണ്ടാക്കി. ഇവിടെ ഒരു വെള്ള റോസാണ് കേട്ടോ. കുറേ ദിവസമായി നിൽക്കുന്ന ഒരുപാട് ദിവസം നിൽക്കുന്ന ഒരു റോസാണത്. അതുപോലെ തന്നെ ഇവിടെ ഈ ആനച്ചെവി എന്ന് പറയുന്നതിന് വേറെന്താ പേരൊന്നും അറിയില്ല. അതിന്മേലും പൂവിട്ടിട്ടുണ്ട്. അതേപോലെ നല്ല
പൂ തന്നെയാണ് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബിഗോണിയൊക്കെ പൂവിട്ടിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യാനുള്ളൊരു സമയം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടില്ല വരെ. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ ചെടികൾ ഇവിടെ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കാകർഷട്ടിൻ്റെ ഇടയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ചെടി അതിന് ആ ഒരു ഇതിന് വലിയ ഇലകളുണ്ടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിന്ന് ഈ ടർട്ടി വയലിനൊക്കെ ഒന്ന് വളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മഞ്ഞ കളറായിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ. ഇപ്പോൾ വളം ഇട്ടിഞ്ഞപ്പോൾ പെട്ടെന്ന് കൊണ്ട് നന്നാവും കേട്ടോ. കുറച്ച് കാലിവളം ഇതാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ആണ് ഞാൻ പറഞ്ഞത്. ഇതിന് പുതിയ ഇല വരുന്നത് കേട്ടോ. തൈകളൊന്നും ഇതിന് അത്ര പെട്ടെന്ന് ഉണ്ടാവണില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് തൈ ഉണ്ടാകുക, നമ്മൾ മുറിച്ച് ആക്കൊക്കെ വേണ്ടി വരും. എന്നാലിപ്പോൾ ഇങ്ങനെ തൈകളുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ അഗ്ലോണിയമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പന ഉണ്ട്. ഈ പന ഇത് ഒന്നായിട്ട് നമ്മളാണ് വെച്ചാണ്, പിരിച്ച് നട്ടിട്ടില്ല കേട്ടോ. ഇത് പിരിച്ച് നട്ട് നമുക്ക് വേറെ ഒരു ചട്ടിക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിവിടെ ഇത് പൂച്ചെടി വെള്ളയാണ് കേട്ടോ, വെള്ള കളറ്. ഇത് ഞാനിതിൻ്റെ മുൻപും കാണിച്ചതാണ്. ഇതിന് പൂവായിട്ട് വരണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ പൂച്ചെടിമേൽ ഇത് മഞ്ഞയാണിത്. ഈ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വരണുള്ളൂ കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് വരണുള്ളത്. ഈ ഭാഗത്ത് പൈപ്പിലൊക്കെ നമ്മൾ എല്ലാം പറിച്ചിട്ട് നമ്മൾ പുല്ല് നട്ടെന്ന് പറഞ്ഞില്ലേ, ഇനി ഇതുപോലുള്ള പുല്ലാവട്ടെ എല്ലായിലും ഉണ്ടാവുക. അതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് ഇങ്ങനെ ഫുള്ള് ചെടി പൂക്കളിഞ്ഞ അങ്ങനെ ആവുക, അല്ല പുല്ല് ആവുക. ഒരു ഇതിൻ്റെ നമ്മൾ ഒരേ സൈസ് ചെടി തന്നെ ഒരുപാട് നട്ടിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഇപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. അതുപോലത്തെ എല്ലാമേലും പുല്ല് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുല്ലിങ്ങനെ ഉഷാറായിട്ടുണ്ടാവണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ റിങ്ങിൽ ഈ ഒരു ചെടിയാണ് നട്ടത്, ഈ ഒരു റിങ്ങിൽ കേട്ടോ. അപ്പുറത്ത് ചീര ഉണ്ടായതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാത്തത്. ഇതുമാതിരി പുല്ല് ഈ മറ്റേ പുല്ലിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ, വയലറ്റ് കളറ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് നനക്കാൻ വൈകിയതുകൊണ്ട് അത് ഇവിടെ അങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ 2 നേരം നനയ്ക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഇടയിൽ ചീര ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിക്കാത്തത്. ആ ചീര കട്ട് ചെയ്ത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചീര ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഇതിൽ കൂടിയാണ് വെള്ളം വരും കേട്ടോ. ആ ഭാഗത്ത് കൂടി വെള്ളം ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വന്നിട്ട് ഇത് നേരെ നമ്മൾ വലിയ കുളത്തേക്ക് പോകും. അത് അതിൻ്റെ അടിയിൽ കൂടി വേറൊരു പൈപ്പുണ്ട്. അവിടെ ഒരു ചെറിയൊരു കിണറിൻ്റെ ചെറിയൊരു കുഴി കുത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ എങ്ങനെയാണ് കേട്ടോ, ഇതാണ് ഇത് ഒരു കുഴി കുത്തിയിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇത് കണ്ടോ, ഇതാണ് ഇതിൽ നമ്മൾ ആ കുളത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം വരും. ഇത് ഇവിടുന്ന് നമ്മളൊരു മോട്ടർ ഇതിൻ്റെ ഈ മണ്ണിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ അവിടെ അങ്ങനെ ഒരു മോട്ടറുണ്ട്. ആ മോട്ടർ ഇതിൽ നിന്ന് വലിച്ചിട്ട് ഇവിടെ അങ്ങനെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടി അങ്ങനെ ഇവിടെ ഉണ്ട് ഒരു ഹോൾ കണ്ടില്ല, അതിൽ കൂടിയാണ് വെള്ളം വരിക. എന്നിട്ട് അതിങ്ങനെ ചാടിയിട്ട് അങ്ങനെ പോയിട്ട് നമ്മൾ വലിയ കുളത്തേക്കാണ്ട് പോകും കേട്ടോ. വലിയ കുളത്തിട്ട് ആ വെള്ളം തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ നമുക്ക് മീനുകൾക്കൊക്കെ നല്ലൊരു ഒരു ഓക്സിജനൊക്കെ കിട്ടാൻ ആ വെള്ളം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സഹായമാവും. ഇങ്ങനെ ഒലിച്ച് വരുമ്പോഴൊക്കെ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലോ. അപ്പോൾ മീനുകൾക്കത് നല്ലൊരു ഉപകാരമായിക്കാരം. വേറ്റകൾ ജീവിക്കാൻ ശ്വസിക്കാനൊക്കെ നല്ല ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ വെള്ളം ക്ലീനാവും ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ അത് ഒന്നും അങ്ങനെ ഇടലില്ല കേട്ടോ, മോട്ടർ അങ്ങനെ ഉപയോഗിക്കലില്ല. അപ്പോൾ ഞാനിനി ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ
ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് ആദ്യം കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.